ശക്തമായ പോരാട്ടം നടക്കുന്ന തൃപ്പൂണിത്തുറയിൽ ഇക്കുറി മണ്ഡലം പിടിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് 2020 സ്ഥാനാർത്ഥി അഞ്ജലി നായർ. കാലങ്ങളായി നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും. അതിനൊപ്പം തന്നെ ഒട്ടേറെ വികസന പദ്ധതികൾ കൂടി തൃപ്പൂണിത്തുറയ്ക്ക് വാഗ്ദാനം ചെയ്യുകയാണ് ചലച്ചിത്ര താരം കൂടിയായ അഞ്ജലി. മണ്ഡലം ചുറ്റും മഹിളകളിൽ അനുജ രാജേഷും പ്രവിത ലക്ഷ്മിയും തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അപ്പോൾ മണ്ഡലം ചുറ്റി മഹിളകൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് തൃപ്പൂണിത്തുറ മണ്ഡലത്തിലെ പാമ്പാടി താഴത്താണ്. നമ്മളിങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ NDAയുടെ സ്ഥാനാർത്ഥി അഞ്ജലി നായർ പ്രചാരണത്തിലാണ്, കൊണ്ടുപിടിച്ച പ്രചാരണത്തിലാണ്. ഇവിടെ നാട്ടുകാരെയൊക്കെ കണ്ടുള്ള പ്രചാരണത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഹലോ അഞ്ജലി, നമസ്കാരം. എങ്ങനെയുണ്ട് പ്രചാരണമൊക്കെ? വളരെ ഭംഗിയായിട്ടാണ് പോകുന്നത്. ആദ്യ നാൾ മുതൽ ഇന്ന് വരെ ഇവരുടെ എല്ലാവരുടെയും BJPയിലായിക്കോട്ടെ 2020 പ്രവർത്തകരായിക്കോട്ടെ എല്ലാവരും അവരുടെ ഒരു വീട്ടിലൊരു മോളെ പോലെയാണ് എന്നെ കൊണ്ടു നടക്കുന്നത്. അവരുടെ ഉള്ളം കയ്യിൽ ആ ഒരു സന്തോഷം എനിക്കുണ്ട്. അപ്പോൾ അഞ്ജലി ഒരു സിനിമ പ്രവർത്തകയാണ്, സിനിമാ നടിയാണ്, ഒപ്പം തന്നെ സംരംഭകയാണ്. ഇതിലെല്ലാം വളരെ മികവ് തെളിയിച്ചിട്ടുള്ള ആളാണ്. ഇപ്പൊ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ എന്താണ് ഈ ജനങ്ങൾക്ക് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനം? ഞാൻ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് സിനിമയിൽ വന്നത്. വളരെ ഇതേപോലെ തന്നെയാണ് ബിസിനസ്സിൽ വന്നത്. അതേപോലെ തന്നെ രാഷ്ട്രീയത്തിലും ഞാൻ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് വന്നത്. അപ്പോൾ രണ്ടെണ്ണത്തിലും മികവ് തെളിയിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും രാഷ്ട്രീയത്തിലും എനിക്ക് എൻ്റെ മികവ് ജനങ്ങളുടെ ഒരു മകളായിട്ട് നിന്ന് തെളിയിക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം എനിക്ക്. എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ സ്ഥാനാർത്ഥിയാകും എന്നുള്ളത്? ഒരിക്കലും ഇല്ല. പാർട്ടിയിൽ നിന്ന് വിളിച്ചപ്പോഴും ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു ആരെങ്കിലും തമാശയ്ക്ക് വെറുതെ വിളിച്ച് കളിക്കുന്നതായിരിക്കും, ഇലക്ഷൻ സമയത്ത് നമ്പർ കണ്ടുപിടിച്ചെന്നാ വിചാരിച്ചു. പ്രവർത്തനം ഉണ്ടായിരുന്നോ, രാഷ്ട്രീയ പ്രവർത്തനം? ഇല്ല, രാഷ്ട്രീയത്തിൽ അങ്ങനെ എനിക്ക് പ്രവർത്തനങ്ങളായിട്ടൊന്നുമില്ല. പക്ഷെ എല്ലാ രാഷ്ട്രീയത്തിലും എനിക്ക് സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ എല്ലാം പ്രവർത്തനങ്ങളുടെ കൂടെ. തൃപ്പൂണിത്തുറക്കാരിയാണ് അല്ലേ? തൃപ്പൂണിത്തുറക്കാരിയാണ്. അതെ, ജനിച്ചത് ഇവിടെയാണ്. ഞാൻ പഠിച്ചത് NSS കോളേജിലാണ്. തൃപ്പൂണിത്തുറയിൽ ഒരുപാട് പേര് സുപരിചിതരാണ്. അപ്പൊ ഈ തൃപ്പൂണിത്തുറയിൽ ഇപ്പൊ മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അതായത് വികസനത്തിന്റെ കാര്യത്തിലൊക്കെ എന്താണ് മാറ്റം വരേണ്ടത്? ആദ്യ നാൾ മുതൽ ഈ ദിവസം വരെ നടക്കുമ്പോൾ എല്ലാവരും പറയുന്നൊരു പ്രശ്നമാണ് ട്രാഫിക്കിന്റെ പ്രശ്നം, പൊതു ഗ്രൗണ്ടിന്റെ പ്രശ്നം, കുടിവെള്ളത്തിന്റെ പ്രശ്നം, ഓരി വെള്ളത്തിന്റെ പ്രശ്നം. ഇപ്പൊ ഇവിടെ വന്നപ്പോ പട്ടയമില്ലാത്തതിന്റെ പ്രശ്നം. അങ്ങനെ ഞങ്ങൾക്ക് ഇവിടെ 56 വീടുണ്ട് കോളനിയിൽ. ഒന്നും പട്ടയവും കിട്ടിയിട്ടില്ല. വീടൊക്കെ ചരിഞ്ഞ് വീഴാറായി നിൽക്കുക. ഒരാളും അന്വേഷിക്കണമില്ല, തിരക്കണമില്ല. അപ്പൊ അതിനൊക്കെയുള്ള പരിഹാരം ഉണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് വികസന പദ്ധതികളുണ്ട്. അപ്പൊ അതെല്ലാം എന്നിലൂടെ ഇവർക്ക് സാധ്യമാവണം എന്നാണ് എന്റെ പ്രാർത്ഥന. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് അഞ്ജലി വളരെ തിരക്ക് പിടിച്ച പ്രചാരണത്തിലാണ്. അതിനിടയിൽ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇത് BJPയെ സംബന്ധിച്ച് നല്ല വോട്ട് ബേസ് ഉള്ള സ്ഥലമാണ് തൃപ്പൂണിത്തുറ. ഇത് ആദ്യമായിട്ട് കോർപ്പറേഷനിൽ ഭരണം പിടിച്ചു. അപ്പൊ അങ്ങനെയുള്ളിടത്തേക്കാണ് 2020യുടെ സ്ഥാനാർത്ഥി കടന്നു വരുന്നത്. അതൊരു അപ്രതീക്ഷിത നീക്കമായിരുന്നു. അതൊരു BJPയുടെ സാധ്യതകളെ ബാധിക്കുമെന്ന തരത്തിലേക്ക് ഒരു ഭാഗത്ത് രാഷ്ട്രീയ വിമർശനം കടുക്കുന്നുണ്ട്. ഡീലിനെ കുറിച്ചൊക്കെയുള്ള വിമർശനം വരുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ എന്താണ് അഞ്ജലിയുടെ മറുപടി? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതിലൊന്നും ഒരു സത്യം തന്നെ ഇല്ല എന്നുള്ളതാണ്. BJPക്കാർക്ക് നീരസമുണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു ആദ്യം വാർത്ത. നിങ്ങൾക്ക് ചുറ്റും കണ്ടാലറിയാം BJPയിലെ മുഖ്യധാര പ്രവർത്തകർ എന്നെ ആദ്യത്തെ ദിവസം മുതൽ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ഇന്റേണലി എന്തെങ്കിലും സംസാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവരുടെ നന്മയ്ക്ക് വേണ്ടിയും അവരുടെ വിജയത്തിനും നമ്മുടെ പാർട്ടി വിജയിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഒരു 2-3 ദിവസത്തിലുള്ള അവർക്ക് മനസ്സിലായി ഞാൻ വെറും പാവാണ്, ഞാൻ വന്ന അടിപൊളിയായിരിക്കും മനസ്സിലായപ്പോ അവരെന്റെ കൂടെ ഉണ്ട്. ആ നീരസം മുഴുവൻ മാറി. അതെ, അതോടൊപ്പം തന്നെ കിഴക്കമ്പലത്ത് പറയുകയാണെങ്കിൽ 2020 മികച്ച പ്രവർത്തനമൊക്കെ കാഴ്ചവെച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ, തൃപ്പൂണിത്തുറയിലേക്ക് വരുമ്പോൾ ആ പാർട്ടിയുടെ തന്നെ ഏതെങ്കിലുമൊക്കെ പദ്ധതികളൊക്കെ ഇവിടെ നടപ്പാക്കാൻ അഞ്ജലിക്ക് താല്പര്യമുണ്ടോ? തീർച്ചയായിട്ടും 2020 ഒരുപാട് പ്രവർത്തകർ നമ്മുടെ കൂടെയുണ്ട്. സാബു സാറ് ഫുൾ ഫ്രീഡം എനിക്ക് തന്നിട്ടുണ്ട്. നമുക്ക് കിഴക്കമ്പലം പോലെ തന്നെ അവിടുത്തെ പദ്ധതികളെല്ലാം ഇവിടെ തന്നെ കൊണ്ടുവരണം, അത് സാധ്യമാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2020 BJPയുടെ നമ്മുടെ കേന്ദ്ര സർക്കാരിന് എല്ലാം കിട്ടുമ്പോൾ ഡബിൾ ശക്തിയാണ്, ഡബിൾ സ്ട്രോങ് ആണ്. അപ്പോൾ ഒരു സിനിമാ താരം എന്തായാലും നിയമസഭയിലേക്ക് എത്തുമല്ലേ തൃപ്പൂണിത്തുറയിൽ നിന്ന്? നമുക്ക് വിശ്വസിക്കാം. ശരി, അപ്പൊ വലിയ ആത്മവിശ്വാസത്തിലാണ് അഞ്ജലി നായർ. അപ്പോ എല്ലാ ആശംസകളും. അപ്പൊ നമ്മുടെ ഇതുപോലുള്ള മണ്ഡലം ചുറ്റി എന്തൊക്കെയാണ് മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രശ്നങ്ങൾ, ഒപ്പം സ്ഥാനാർത്ഥികൾക്ക് എന്താണ് പറയാനുള്ളത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇനിയും പ്രേക്ഷകരിലേക്ക് എത്തിക്കും. നമ്മുടെ മണ്ഡലം ചുറ്റി വനിതകളുടെ യാത്ര തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.